മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് നമ്മൾ കേൾക്കുകയാണ്. ഓരോ വചനവും എന്നോട് പറയുന്നത് പോലെ, ഈശോൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്ന പോലെ നമ്മൾ എടുക്കണം. ആർക്കോ വേണ്ടി പറയുന്നതല്ല, എനിക്ക് വേണ്ടി വ്യക്തിപരമായി അവിടുന്ന് സംസാരിക്കുകയാണ്. നമുക്ക് കാണാം, ദൈവാലയങ്ങളും ആരാധനാ സ്ഥലങ്ങളും കപ്പേളകളും മറ്റു പ്രാർത്ഥനാ കൂട്ടായ്മകളും ഒക്കെ ദൈവം വസിക്കുന്ന ഇടങ്ങളാണ്. അവിടെ നമ്മൾ കടന്നു ചെല്ലണം. ദൈവം നമ്മോട് സംസാരിക്കും, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കും, നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തും. ഇതാ ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 16-ാം വാക്യം. എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയത്തെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം ഇതിൻ്റെ മേൽ ഉണ്ടായിരിക്കും. ഒരു ഭയങ്കര വചനമാണല്ലേ? കർത്താവ് നമ്മോട് പറയുകയാണ്, കർത്താവിൻ്റെ കൃപാകടാക്ഷം എവിടെയാണ് ഉണ്ടായിരിക്കുക? കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലം, വിശുദ്ധീകരിച്ച സ്ഥലത്ത് കർത്താവിൻ്റെ കൃപാകടാക്ഷം എപ്പോഴും ഉണ്ടായിരിക്കും. ഇന്നും നാളെയും മറ്റന്നാളും ദൈവം ഒരുവൻ തന്നെയാണ്. അതിന് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം. സാത്താൻ്റെ എല്ലാ ശക്തികളെയും ദുർബലമാക്കാൻ, നിർവീര്യമാക്കാൻ ശക്തിയുള്ള ആത്മീയ ആയുധ പുരയാണ് കർത്താവ് വസിക്കുന്ന ആലയം. എന്താണ് അവിടെയുള്ളത്? കുരിശ്. എന്താണ് അവിടെയുള്ളത്? മാതാവ്. എന്താണ് അവിടെയുള്ളത്? വിശുദ്ധന്മാരും രക്തസാക്ഷികളും. ആരാണ് അവിടെ സന്നിഹിതരായിരിക്കുന്നത്? അപ്പസ്തോലന്മാർ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം എപ്പോഴും അവിടെ ഉണ്ടാകും. സോളമൻ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ക്ഷമിക്കണമേ, കരുണ വർഷിക്കണമേ, ഇവിടെ വരുന്ന സർവ്വ മക്കളോടും അവിടുന്ന് ദയ കാണിക്കണമേ. ഈശോ എന്താ നമ്മോട് പറയുന്നത്? നമ്മൾ ദൈവാലയത്തിലേക്ക് പോകണ്ടേ? അവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കണ്ടേ? നമ്മെ ആശ്വസിപ്പിക്കാനായി കടന്നു വരുന്ന, നമ്മെ രക്ഷിക്കാനായി കടന്നു വരുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മൾ അനുഭവിക്കണം. യേശു അനുവദിക്കുന്ന എല്ലാ കുരിശും വഹിക്കാൻ തയ്യാറാകണം. ഈശോയെ അനുഗമിക്കാൻ, യേശു പറയുന്നിടത്തേക്ക് പോകാൻ, പറയുന്നിടത്ത് നിൽക്കാൻ, ആവശ്യപ്പെടുന്ന കൊടുക്കാൻ നമ്മൾ തയ്യാറായിത്തീരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനായിത്തീരും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.